ചേട്ടാ ഫ്രഷാണോ പഴംപൊരി? അതെ. ഇതെന്താ ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്? അത് പണ്ട് തൊട്ടേ വളവുള്ളതാണ്. പണ്ട് തൊട്ടേ വളവുള്ളതാണ്. വളവുണ്ടെങ്കിലും ബോച്ചെ അഥവാ ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ പ്രശസ്തനായ ബിസിനസ്സുകാരനാണ്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ ഡുവൽ മീനിങ്ങുള്ള ഡയലോഗുകളും അതുപോലെ തഗ് ഡയലോഗുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല സമൂഹത്തിൽ ഇയാളെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയും ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഒരു കോമാളിയാണ്, ഒരു കോമാളിയായ ബിസിനസ്സുകാരനാണ്. എന്നാൽ തിരിച്ച് ചില ആൾക്കാർ പറയും ഇദ്ദേഹം ഒരു സൂത്രക്കാരനായ ബിസിനസ്സുകാരനാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗുകളും കോമാളിത്തരങ്ങളൊക്കെ അങ്ങേരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ മാർഗങ്ങളാണെന്നൊക്കെ പൊതുവെ സംസാരമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ബോച്ചെ എയറിലാണ്. കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഉദ്ഘാടനങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ കൂടെ കാണുന്ന നടിയും മോഡലൊക്കെയായ ഹണി റോസാണ്. ഹണി റോസ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഈ കുറിപ്പ് വായിക്കാം. നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികത്യോദകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃത ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷിയില്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഈ പോസ്റ്റിൻ്റെ അടിയിൽ നമ്മുടെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. പ്രതികരണം നന്നായി. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നോക്കുകുത്തിയാണ്. തോന്നിയവാസം കാണിക്കുന്ന കാശുകാരനെ തൊടാൻ പോലും പോലീസിനോ സ്റ്റേറ്റിനോ താല്പര്യമില്ല. അങ്ങനെയൊക്കെ എഴുതി. അപ്പോൾ അതിന് ഹണി റോസ് താങ്ക് യു സാർ എന്നൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുറിപ്പാണിപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായിരിക്കുന്നത്. ഇതിനിടെ ഈ ബോച്ചയുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് അവിടെ പൊതുവേദിയിൽ വെച്ച് ഈ ബോച്ചെ ഈ ഹണി റോസിനെ നന്നായിട്ടൊന്ന് അപമാനിച്ചിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഈ ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തിദേവിയെ, മഹാഭാരതത്തിലെ കഥാപാത്രമായ കുന്തിദേവിയെ ഓർമ്മ വരുന്നതെന്നൊക്കെ പറഞ്ഞ് പൊതുവേദിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയും സംസാര ശൈലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഉദ്ദേശിക്കാം അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. എന്തായാലും വളരെ മോശമായിപ്പോയി. ഒരു സെലിബ്രിറ്റിയെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ വേദിയിൽ വെച്ചുകൊണ്ട് ഇമാതിരി ഒരു പ്രസ്താവന നടക്കുകയെന്ന് വെച്ചാൽ ഒരു സുഖമുള്ള ഏർപ്പാടല്ല. മാത്രമല്ല ആ പ്രസ്താവന പറയുമ്പോൾ തന്നെ ഈ ഹണി റോസിൻ്റെ മുഖത്ത് നമ്മൾക്ക് ഉള്ള ഒരു ഭാവവ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എവിടെ പോയാലും ഇദ്ദേഹം ഹണി റോസിനെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ കൂടി നമുക്ക് കാണാം. ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ്, എൻ്റെതായ ഒരു മേഖലയുണ്ട്. അപ്പോൾ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു.
അപ്പോൾ ഒരുപാട് വേദികളിൽ ഈ ബോച്ചയും ഹണി റോസും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായ കളിയാക്കലുകളും ഈ ഡുവൽ മീനിങ് ഒക്കെ ഈ സെലിബ്രിറ്റിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി കാണാം. ചില സമയങ്ങളിലൊക്കെ വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം ഹണി റോസിനെ പറ്റി പറയുന്നത്. ഒരു വീഡിയോയും കൂടെ നമുക്ക് കാണാം. പിന്നെ ഫിറ്റ്നസിന്റെ പേര് പ്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക. എന്തായാലും ഈ രണ്ട് സെലിബ്രിറ്റികൾക്കും പിന്തുണക്കാൻ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ ബോച്ചയുടെ തഗ് ഡയലോഗുകളും അതുപോലെ ഡുവൽ മീനിങ്ങുകളൊക്കെ ആസ്വദിച്ച് അദ്ദേഹത്തെ ഒരു ഹീറോ ആയി വാഴ്ത്തി അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആണെന്നൊക്കെ പറഞ്ഞൊരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഈ ഹണി റോസിൻ്റെ അപ്പിയറൻസിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ ഹണി റോസിൻ്റെ പിന്നാലെയുണ്ട്. അങ്ങനെ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകരാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം ഇനി നാളെ ഇത്തരത്തിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ ഇനോഗ്രേഷന് ഹണി റോസ് മാറി നിന്നേക്കാം. അപ്പോൾ നമുക്കതൊക്കെ വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇനി എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ഹണി റോസ് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്, ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഫാൻസിന് അതിൻ്റേതായ ന്യായങ്ങളുണ്ടാവും, അതുപോലെ ഹണി റോസിൻ്റെ ഫോളോവേഴ്സിന് അതിൻ്റേതായ ന്യായങ്ങളുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.